സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കാലിക പ്രസക്തിയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശപ്പുരഹിതമായ പട്ടിണിയില്ലാത്ത ഒരു ഇന്ത്യ എന്ന ലക്ഷ്യപ്രാപ്തിക്കായി അതിൻ്റെ മൂലകാരണങ്ങളിലൊന്നായ ഭക്ഷണം പാഴാക്കുക എന്ന വിപത്തിനെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ തുടക്കം കുറിച്ച സേഫ് ഫുഡ്, ഷെയർ ജോയ് എന്ന ഒരു മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസ് IFSA എന്ന ഒരു സംരംഭവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ AC ഹാളിൽ ഇരുന്നുകൊണ്ട് പട്ടിണിയെക്കുറിച്ചും വിശപ്പിനെ കുറിച്ചും ഒക്കെ ഒരുപാട് ഡിസ്കഷൻ നടത്തിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആഴം എത്രത്തോളം ഗ്രഹിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളൊക്കെ മലയാളികളാണ്. മലയാളികൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പട്ടിണിയെക്കുറിച്ചോ അല്ലെങ്കിൽ വിശപ്പിനെ കുറിച്ചോ ഒന്നും അത്രത്തോളം അറിഞ്ഞ ആളുകളായിക്കൊള്ളുന്നില്ല. നമ്മുടെ ഇവിടെ പ്രായമായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാമായിരിക്കും. ഇപ്പോഴും പഴയ ജനറേഷൻ ഓൾറെഡി ഇത്തരത്തിലുള്ള പട്ടിണിയെക്കുറിച്ചും അല്ലെങ്കിൽ വിശപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് അറിഞ്ഞവരായിരിക്കും. ഇന്നത്തെ പുതുതലമുറയിലോ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾക്കൊന്നും കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം നമുക്കറിയാം, വിശപ്പെന്ന പ്രതിഭാസം മലയാളികൾക്ക് പൊതുവേ ഇല്ല. നമ്മളെ പ്രശ്നം എന്താണ്? വിശപ്പില്ലായ്മയാണ്. വിശപ്പല്ല, വിശപ്പില്ലായ്മയാണ് അല്ലേ? നമ്മൾ പലപ്പോഴും ഡോക്ടർമാരെ കാണിക്കുന്നത്, നമ്മളെ കുട്ടികളെ ഡോക്ടറെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിശപ്പില്ലായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? കുട്ടിയൊന്നും കഴിക്കുന്നില്ല, മകനൊന്നും കഴിക്കുന്നില്ല, മകളൊന്നും കഴിക്കുന്നില്ല, കുട്ടിക്കൊട്ടും വിശപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പൊതുവെ ഡോക്ടർമാരെ കുട്ടികളെ കാണിക്കുന്നത്. നമ്മളും പൊതുവെ ഡോക്ടർമാരെ കാണുന്നത്. മലയാളിയുടെ പ്രശ്നം അല്ലെ? നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്ന് ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വിശപ്പില്ലായ്മ തന്നെയാണ്. എന്തുകൊണ്ടാണ് വിശപ്പില്ലായ്മ? ഹൈ ഷുഗറുള്ള, ഹൈ കാർബുള്ള, ഹൈ ഫാറ്റുള്ള ഫുഡ് ഐറ്റംസ് ധാരാളമായി കഴിക്കുമ്പോൾ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമൊക്കെ പ്രശ്നമാവും. കാരണം ഇതൊന്നും ഇത്രയും ഹെവി ആയിട്ട് ലോഡ് താങ്ങാൻ നമ്മുടെ ഡൈജസ്റ്റീവ്സിന് കഴിയില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് വിശപ്പുണ്ടാവില്ല. അതിന്റെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് മെറ്റബോളിക് ഡിസീസുകൾ, അതായത് ഡയബറ്റിക് ആവട്ടെ, ഹൈപ്പർ ടെൻഷൻ ആവട്ടെ, ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വന്നത് നമ്മുടെ അമിതമായ ഭക്ഷണ രീതികൾ കൊണ്ടാണ്. വിശപ്പില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം, വിശപ്പല്ല. എന്നാൽ നേരെ തിരിച്ച് നമ്മൾ കേരളത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ, നമ്മൾ ഇന്ത്യ ഒട്ടുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ ഇങ്ങനെയല്ല. കേരളമല്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയാം. കേരളത്തിലെ അവസ്ഥയല്ല ഇന്ത്യയിലെ അവസ്ഥ. നമുക്ക് ഈ നേരത്തെ പ്രസംഗികളൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ 2024 വേൾഡ് ഫുഡ് ഡേയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇന്ത്യയുടെ സ്ഥാനം 127 രാജ്യങ്ങൾ എടുത്താൽ അതിൽ ഇന്ത്യയുടെ സ്ഥാനം 105ആണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ കഴിഞ്ഞാൽ വിശപ്പുള്ള, ഇത്രയധികം പട്ടിണിയുള്ള രാജ്യങ്ങൾ വെറും 22 രാജ്യങ്ങളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ട് അടുത്ത് കിടക്കുന്ന, നമ്മളെക്കാൾ മോശം സാമ്പത്തിക സ്ഥിതിയുള്ള രാജ്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന നേപ്പാൾ ആവട്ടെ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആവട്ടെ, ഇവയൊക്കെ നമ്മളെക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയിലാണ് പട്ടിണിയുടെ കാര്യത്തിൽ. നമ്മുടെ ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പറയുന്നത് 3 കാറ്റഗറിയിൽ തിരിക്കുന്നുണ്ട് രാജ്യങ്ങൾ. സീരിയസ് ഹങ്കർ ഉള്ള, അതായത് അതീവമായി ഗുരുതരമായ അവസ്ഥയിൽ പട്ടിണിയുള്ള രാജ്യങ്ങൾ ഒരു ഗ്രൂപ്പ്, ഒരു മോഡറേറ്റ് ഹങ്കർ ഉള്ള ഗ്രൂപ്പുകൾ ഒരു വശത്ത്, ഒരു മൈൽഡ് ഹങ്കർ ഉള്ള ഗ്രൂപ്പുകൾ ഒരു വശത്ത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം സീരിയസ് ഹങ്കർ, ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിക്കുന്ന ആളുകൾ ഉള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ എന്നാണ് ആ കണക്കുകൾ പറയുന്നത്. മാത്രമല്ല, ഇന്ത്യയിലെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 145 കോടി ജനങ്ങളുണ്ട്. അതിൽ 190 മില്യൺ, 19 കോടിയോളം ജനങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നത് വിശന്നൊട്ടിയ വയറുമായിട്ടാണ്. അത്രയധികം പട്ടിണിയുള്ള അല്ലെങ്കിൽ അത്രയധികം പോഷകാഹാരം ലഭിക്കാത്ത ആളുകൾ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പം ഒരു വശത്ത് ഇത്തരത്തിൽ പട്ടിണി അനുഭവിക്കുന്ന ഒരാളുകളുണ്ട്. മറുവശത്താണെങ്കിൽ എന്താണ്? നമ്മളെപ്പോലെയുള്ള മലയാളികളാണെങ്കിൽ ഭക്ഷണം കൂടുതൽ കഴിച്ചുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ വന്നിട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണം കുറക്കാൻ പാടുപെടുകയാണ് മലയാളികൾ അല്ലെ? നമ്മൾ ഫാസ്റ്റിങ്ങും ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങും അല്ലെ, ഷുഗർ കുറച്ചും അല്ലെ, ഓയിൽ കുറച്ചും നമ്മൾ ഭക്ഷണം കുറക്കാനുള്ള തത്രപ്പാടിലാണ്. എന്നാൽ മറ്റൊരു വശത്ത് ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അല്ലെ? നമ്മൾ നോക്കിയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിരോധാഭാസം കാണാം നമ്മുടെ രാജ്യത്ത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈയിടെ പുറത്തിറക്കിയ ഫുഡ് വേസ്റ്റേജ് ഇൻഡെക്സ് ഉണ്ട്. അതായത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം UNEP പുറത്തിറക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഫുഡ് വേസ്റ്റേജ് ഇൻഡെക്സ്. അതായത് ഓരോ രാഷ്ട്രങ്ങളും ഭക്ഷണം പാഴാക്കുന്നതിന്റെ ഒരു കണക്കാണ്. അതിലെടുത്തു കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണം പാഴാക്കി കളയുന്ന രാജ്യം പറയുന്നത് ചൈനയാണ്.
രണ്ടാമത്തെ സ്ഥാനം ആർക്കാണെന്ന് അറിയുമോ? നമ്മുടെ ഇന്ത്യക്കാണ്. അതായത് 190 മില്യൺ ആളുകൾ ഓരോ ദിവസവും വിഷന്നൊട്ടിയ വയറുമായിട്ട് പട്ടിണി കിടക്കുന്ന രാജ്യത്ത്, അതായത് വേൾഡ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 105-ാം സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ ഭക്ഷണം പാഴാക്കി കളയുന്നതിൽ ലോകത്ത് 2-ാം സ്ഥാനത്തുള്ളതെന്നാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാമിന്റെ വേൾഡ് ഫുഡ്സ് വേസ്റ്റ് ഇൻഡെക്സിൽ പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഫുഡിന്റെ 1/3 അല്ല 40%, അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ 40% പാഴാക്കി കളയുകയാണ്. നമ്മുടെ ഇവിടെ കാറ്ററിംഗ് ഇരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വെഡിങ് സെറിമണികൾ, അതായത് കല്യാണ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഉണ്ടാക്കുന്നതിന്റെ 40% പ്രോഫിറ്റ്, 40% ഭക്ഷണം എന്താണ് വേസ്റ്റാക്കി കളയുന്നത്. പാഴാക്കി കളയുന്ന ഭക്ഷണം പാഴാക്കി കളയാതെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് ഈ പ്രോഗ്രാമിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്കറിയാം, നമ്മുടെ ഹോട്ടലുകളിൽ വരുന്ന ആളുകൾ ധാരാളം ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നുണ്ട്. കല്യാണ പരിപാടികൾ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡാണെന്ന് വിചാരിച്ച് നമ്മൾ സദ്യ വിളമ്പുമൊക്കെ അല്ലെങ്കിൽ ബിരിയാണി ആണെങ്കിൽ ധാരാളം ഐറ്റംസ് നമ്മൾ വേസ്റ്റാക്കി കളയും. ഇത്തരത്തിൽ ആളുകൾ ഭക്ഷണം പാഴാക്കി കളയുന്ന ഒരു രീതി, അതിനെ നിരുത്സാഹപ്പെടുത്തുകയും, അതായത് ഹോട്ടൽ ഫുഡ് ആയിക്കോട്ടെ, ഹോട്ടലിൽ കാശ് കൊടുത്ത് കഴിക്കുന്ന ഫുഡല്ലേ, ഞങ്ങൾക്ക് എന്താ വേസ്റ്റ് ആക്കിയാൽ എന്നുള്ളൊരു മനോഭാവം ആളുകൾക്ക് ഉണ്ടാവും. നമുക്കൊരിക്കലും ഹോട്ടലുകാർക്കും നിങ്ങളെന്താ ഫുഡ് വേസ്റ്റ് ആക്കി കളയുന്നത് ചോദിക്കാൻ പറ്റില്ലായിരിക്കും. പലപ്പോഴും പല വികസിത രാജ്യങ്ങളിലും, സ്വിറ്റ്സർലാൻഡ് പോലത്തെ ഫിലിപ്പീൻസ് പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഭക്ഷണം പാഴാക്കി കളയാണെങ്കിൽ ഫൈനുണ്ട്. അതായത് ഒരാൾ ഭക്ഷണം ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് അയാൾ പോകുമ്പോൾ ഭക്ഷണം പാഴാക്കി കളയുകയാണെങ്കിൽ എത്ര ഗ്രാം ഭക്ഷണം പാഴാക്കി കളയുന്നു അതിന് ഇത്ര ഫൈൻ എന്ന രീതിയിൽ ഈടാക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഭക്ഷണം പാഴാക്കി കളയുന്ന നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സും നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് നടത്താൻ കഴിയുമോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാൻ പറയുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ ഭക്ഷണം സേവ് ചെയ്യാം. അതായത് നമ്മൾ ഒരു നേരം കൊടുക്കുന്ന ഒരു ബിരിയാണിയുടെ ക്വാണ്ടിറ്റി ഉണ്ടാവും, ആ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചില പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് കൊടുക്കാതെ അത് 2 ഡിവിഷനാക്കി കൊടുക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ആ രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കാം. ആ രീതിയിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിന്റെ ക്വാണ്ടിറ്റി, കാരണം നമ്മൾ മലപ്പുറം ജില്ലയിലാവട്ടെ എവിടെയായി കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ മലബാർ ഏരിയയിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി വളരെയധികം കൂടുതലാണ്. നമ്മൾ ഓരോ നേരവും പലപ്പോഴും ഈ ജീവിതശൈലി രോഗം പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഭക്ഷണം ക്വാണ്ടിറ്റി കൂടുതൽ കഴിക്കുന്നതാണ്, അല്ലെ? ഈ ഖുർആനിൽ വചനമുണ്ട്, കുലൂ വഷ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. കുലൂ വഷ്റബൂ, നിങ്ങൾ കുടിച്ചോളൂ, നിങ്ങൾ കഴിച്ചോളൂ, പക്ഷേ വലാ തുസ്രിഫൂ, നിങ്ങൾ അമിതമാക്കരുത്. അമിതവ്യയം ചെയ്തു കഴിഞ്ഞാൽ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അത്തരത്തിലുള്ള ആളുകളെ ഈശ്വരന്, അല്ലാഹു അല്ലെങ്കിൽ ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല. ഭക്ഷണം അമിതമായി കഴിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കൊടുക്കുന്നത് കുറച്ച് കൊടുക്കുക. അതായത് 2 ഡിവിഷനായി കൊടുത്താലും മതി. 2 പോർഷനാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു പോർഷൻ, കാരണം ഒരാൾ കഴിച്ചതിന്റെ ബാക്കി ഒരാൾ കഴിക്കില്ല, അല്ലെ? നിങ്ങൾ പാർസലായി കൊടുക്കുകയാണെങ്കിൽ കഴിച്ചതിന്റെ ബാക്കി പാർസലായി കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഫുഡ് പോയ്സണിങ് കാരണമാകും, ക്രോസ് കണ്ടാമിനേഷൻ സ്കോപ്പ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എങ്ങനെ ഭക്ഷണം ക്വാണ്ടിറ്റി കുറച്ചിട്ടോ അല്ലെങ്കിൽ എത്ര പോർഷനാക്കി കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ഫുഡ് നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതാണ് സേവ് ഫുഡ്. ഇത്തരത്തിൽ സേവ് ചെയ്യുന്ന ഫുഡ് നമ്മൾ അതിന് അർഹതപ്പെട്ട ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. ഫുഡ് ഷെയർ ചെയ്യുക എന്നാണ് ഏറ്റവും, അല്ലെ, ദാനകർമ്മം എന്ന് പറയുന്ന പോലെ ദാനം ആപത്തിനെ തടയുന്ന പറയുന്നത്. ഈ ഫുഡ് ഷെയർ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ദാനം ചെയ്യുന്നതോറും നമുക്ക് വരാവുന്ന ആപത്ത്, അല്ലെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണെന്ത്? ദാനശീലം വളർത്തുക എന്നുള്ളത്. നമ്മൾ ഫുഡ് ദാനം ചെയ്യാവട്ടെ, ഇനി ഫുഡ് തന്നെ ആയിക്കോളുന്നില്ല, ഒരു പുഞ്ചിരി ദാനം ചെയ്യാൻ വലിയ കാര്യമാണ്, അല്ലെ? പുഞ്ചിരി വലിയൊരു ദാനമാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്, അല്ലെ? നിങ്ങൾ പലപ്പോഴും നമ്മൾ ഹോട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ടലിലെ മെയിൻ പ്രശ്നം, ഹോട്ടലുകൾ പലപ്പോഴും പരാതികൾ കൂടുതൽ വരാറുണ്ട്, അല്ലെ? ഈ പരാതികൾ വരുന്ന പലപ്പോഴും നിങ്ങൾ ഹോട്ടലിൽ എന്തെങ്കിലും സർവീസ് എന്തെങ്കിലും മോശം വന്നു കഴിഞ്ഞാൽ ആളുകൾ പരാതി പറയുക, കാഷ്വലിൽ ഇരിക്കുന്ന ആളുകളോട് പരാതി പറയും. ഈ പരാതി കേൾക്കുന്ന ആളുകൾ മതിയായ ഒരു പരാതി കേൾക്കാൻ നിങ്ങൾ സന്മനസ് കാണിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് പരാതി ഇങ്ങോട്ട് വരും, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും. ഈ ഫുഡ് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ പുഞ്ചിരി ഷെയർ ചെയ്യാം, അല്ലെ? പുഞ്ചിരി ഒരു സ്വന്തക്കാണെന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ രീതിയിൽ നമ്മൾ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു പുഞ്ചിരിക്കാനുള്ള ഒരു മനോഭാവം കൊടുക്കുകയാണെങ്കിൽ, ആളുകൾക്ക് നിങ്ങൾക്ക് നാളെ തന്നെ പോയിട്ട് ആളുകൾക്ക് പുഞ്ചിരിക്കാനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക, അല്ലെ? ഈ കാഷ്വലി ഇരിക്കുന്ന ആളുകൾ ഒരു മനോഹരമായിട്ട് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യും. അപ്പൊ ആ രീതിയിൽ ആളുകളോട് ഇടപെടുമ്പോൾ പുഞ്ചിരിക്കാനുള്ള ഒരു മനോഭാവം കൊണ്ടുവരികയാണെങ്കിൽ, അതായത് സപ്ലയർ ആവട്ടെ, അല്ലെ, വെയിറ്റർ ആവട്ടെ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകളാവട്ടെ, അവരുടെ സംസാര രീതി ആവട്ടെ, ഇതൊക്കെ ഒരു നല്ല ശീലങ്ങളാണ്, അല്ലെ? അപ്പൊ ഷെയർ ഫുഡ് എന്ന് പറയുമ്പോൾ ഷെയർ ഫുഡ് മാത്രമല്ല, നിങ്ങളുടെ പെരുമാറ്റവും നല്ല രീതിയിലുള്ള പെരുമാറ്റം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഭക്ഷണം നമ്മൾ സേവ് ചെയ്യുന്ന ഭക്ഷണം
അത് ആളുകൾക്ക് ഷെയർ ചെയ്യാം. അതാണ് ഷെയർ ഫുഡ്. ഈ ഫുഡ് ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഷെയർ ജോയ്, അല്ലെ, നിങ്ങൾ ആളുകൾക്ക് സന്തോഷം നൽകുകയാണ്, അല്ലെ. നമ്മൾ ദാനശീലം വളർത്തുമ്പോൾ അത് ഫുഡ് ഷെയർ ചെയ്യുന്നതാവട്ടെ, ഇനി പുഞ്ചിരി ഷെയർ ചെയ്യുന്നതാവട്ടെ, ഇനി എല്ലാം ഷെയർ. നമ്മളിപ്പോൾ നിലവിലെ ലോകക്രമത്തിൽ ഷെയർ ചെയ്യാൻ ആളില്ലാത്ത പല പ്രശ്നങ്ങളും, അല്ലെ, പല സൂയിസൈഡുകളും പല ആത്മഹത്യകളും വർദ്ധിക്കുന്നത് ഇത്തരത്തിലുള്ള ഷെയർ ചെയ്യാൻ ഒരാളില്ലാത്ത പ്രശ്നമാണ്, അല്ലെ. ഇപ്പൊ നിങ്ങൾ ഭക്ഷണം ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ പുഞ്ചിരി ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള നല്ല ക്വാളിറ്റികൾ ഷെയർ ചെയ്യുമ്പോൾ ആളുകളിലേക്ക് അത് ചോയ്, അതായത് സന്തോഷം കണ്ടെത്താൻ കഴിയും, അല്ലെ. പലപ്പോഴും ദാനശീലം വളരുമ്പോൾ നമ്മളുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയും, അല്ലെ. നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കുമ്പോൾ, ഇപ്പൊ നിങ്ങളൊരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ മുഖത്ത് പ്രസന്നതയുണ്ടാവും. അതുവഴി അവരിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഒരു തരത്തിലുള്ള സന്തോഷം വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ ഭക്ഷണം ഷെയർ ചെയ്യുകയും അതുവഴി നമ്മൾ സന്തോഷം ഷെയർ ചെയ്യുകയും ചെയ്യും. സൈറ്റ് ഉണ്ട്, അതില് 3 തരം കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ്. അതായത് ഡോണറാണ്, ആരാണോ ഭക്ഷണം കൊടുക്കുന്നത് അവര്. സെക്കൻഡ് വോളണ്ടിയർ, ആരാണോ ഈ ഫുഡ് ഡോണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ബെനഫിഷ്യറി എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ആവശ്യമുള്ളത്. അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 2 വർഷം മുന്നേ നമ്മുടെ കേരളത്തിൽ നിന്ന് 2 ജില്ലകളാണ് IFSCയിൽ രജിസ്റ്റർ ചെയ്തത്. ഒന്ന് തിരുവനന്തപുരം, അന്ന് ഞാൻ എറണാകുളത്തെ ഓഫീസറാണ്, അവിടെ ഞാനും ആണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറഞ്ഞാൽ ഈ സൈറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അത് പല മെയിലുകൾ അയച്ചിട്ടുണ്ട്. കാരണം ഈ സൈറ്റ് വഴി വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. മുമ്പൊക്കെ ഫുഡ് ആൻഡ് സേഫ്റ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉരുണ്ട കണ്ണുകൾ മാത്രമാണ് കണ്ടിരുന്നത്. അപ്പൊ പേടിയായിരുന്നു, എന്താണ് ഫുഡ് ആൻഡ് സേഫ്റ്റി, ഇന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി വരുന്നത്, ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏത് മേഖലയാണ് നമ്മൾ നോക്കേണ്ടതെന്നൊക്കെ പേടിച്ച് ഇരുന്നിരുന്ന ഒരു കാലത്ത് നിന്ന് മാറിയിട്ട് ഇന്ന് ആ എത്തിക്കുക എന്നുള്ള ഒരു പ്ലാന് കൂടി ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു വിഷയത്തില് പിന്നെ ഒരു ഫംഗ്ഷൻ തിരൂരിൽ നിന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യാനാണ് സുജിത് സാർ ആഗ്രഹിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ബുധനാഴ്ച തിരൂരിലുള്ള കിൻഷിപ്പ് എന്ന സ്ഥാപനത്തിലേക്ക് ഫുഡ് കൊടുത്തുകൊണ്ടാണ് ആ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് KHR തിരൂരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ ഫെസിലിറ്റേഷനും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഞങ്ങളെല്ലാവരും സാർമാരുടെ കൂടെ ഉണ്ടാവും, സാർമാർ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ബേക്കേഴ്സ് അസോസിയേഷനും പിന്നെ കാറ്ററിംഗ് അസോസിയേഷന്റെ മെമ്പർമാരെ കൂടി നേതാക്കന്മാരെ കൂടി ആ ഒരു ഫംഗ്ഷനിലേക്ക് വിളിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. മറ്റന്നാൾ ബുധനാഴ്ച മങ്ങാട്ടുള്ള കിൻഷിപ്പ് എന്ന സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഉച്ചക്ക് 1 മണിയോട് കൂടി നമുക്ക് അവിടെ പ്രോഗ്രാം നടത്താമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് കൂടാതെ ഈ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് KHRയുടെ ജില്ലാ ഘടകം, ജില്ലാ നേതൃത്വം ഇപ്പോൾ സമൂഹസാഹിത്യത്തിലൂടെ സംസാരിക്കുകയുണ്ടായി. നമുക്ക് ഒരുമിച്ച് ഓരോ ഹോട്ടലുകളിൽ നിന്നും ഡെയിലി ഒരു നിശ്ചിത അളവ് ഫുഡ് ഇത്തരം ഒരു പ്രോഗ്രാമിലേക്ക് വേണ്ടി മാറ്റിവെക്കാമെന്നും ആ മാറ്റിവെക്കുന്ന ഫുഡ് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനകൾ വഴി ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാമെന്നുള്ള കാര്യമാണ്. ആ ഒരു കാര്യത്തിന് നേതൃത്വം നമ്മുടെ ജില്ലാ നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഒരു സന്തോഷകരം കൂടി നിങ്ങൾ എല്ലാവരും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് കൊടുക്കാം, 2 ആൾക്ക് കൊടുക്കാം, 3 ആൾക്ക് കൊടുക്കാം, അവനവന് കഴിയുന്നത് പോലെ. ഉച്ചക്കത്താണ് ഉച്ചക്ക്, രാത്രിയാണ് രാത്രി. അത് നമ്മൾ തിരൂരിന് തുടക്കം കുറിക്കുകയാണ്. തിരൂരിലെ എല്ലാ ഹോട്ടലുകാരും ഭാഗമാക്കാവണം. അവരവനെ കൊണ്ട് പോയി കഴിക്കുന്ന, അതായത് നമുക്ക് ബാലൻസ് ചെയ്യുന്നതല്ല, നമ്മൾ കഴിക്കുന്ന, നമ്മൾ അതിഥികൾക്ക് കൊടുക്കുന്ന അതേ ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാവാണ്. അത് മലപ്പുറം ജില്ലയിൽ നമ്മളത് മുഴുവനും നമ്മളത് പ്രാബല്യത്തിലാക്കണം. നിങ്ങളെല്ലാവരും അതിന് കൂടെ ഉണ്ടാവണം, നിങ്ങൾക്ക് സപ്പോർട്ട് അത് വേണം. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കമ്മീഷണർക്കുള്ള ആളുകൾ പറയുന്നത്, ഇത് മലപ്പുറം ജില്ലയിലെ ഒരു പരിപാടി മാത്രമായിട്ട് മാറ്റണ്ട, ഇത് താലൂക്ക് അടിസ്ഥാനത്തിൽ തിരൂർ താലൂക്കിലാണ് പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. എല്ലാ താലൂക്കുകളും ഇതുപോലുള്ള ഒരു പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം. നമ്മൾ ആളുകളിലേക്ക് സന്ദേശങ്ങൾ എത്തണം, ഇതുപോലുള്ള കാര്യങ്ങൾ അവർക്ക് എത്തിക്കണമെന്നാണ് എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റിനോട്, നേതൃത്വത്തോട് പറയാനുള്ളത്. എല്ലാവരും ഇതേക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ KHR കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എല്ലാ പ്രവർത്തനങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോട് ഒരുപാട് സഹകരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പുതിയ കാര്യം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിൽ വരുത്തിയെന്ന് കേട്ടാൽ ഇങ്ങോട്ടേക്ക് ഞങ്ങൾക്കും അത് വേണം എന്ന് പറഞ്ഞ് സമീപിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് മലപ്പുറത്തെ KHR എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പൊ ഏതായാലും ഇന്നിവിടെ ഇവിടെ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച KHRA ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ അബ്ദുൾ സമദ്, അതുപോലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ PP അബ്ദുറഹ്മാൻ, അതുപോലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ KT രഘു എന്നിവർക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മലപ്പുറം ജില്ലയുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.